കേരള സ്റ്റേറ്റ് ടൈലേഴ്സ് അസോസിയേഷൻ സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും ജനുവരി 22-ന് നടക്കും. കേരളത്തിലെ തയ്യൽ തൊഴിലാളികളുടെ മുടങ്ങിക്കിടക്കുന്ന ക്ഷേമ പെൻഷനും ക്ഷേമനിധി ആനുകൂല്യങ്ങളും ഉടൻ വിതരണം ചെയ്യണമെന്നും ക്ഷേമനിധി ആനുകൂല്യങ്ങൾ കാലോചിതമായി പരിഷ്കരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സെക്രട്ടേറിയറ്റ് മാർച്ചും ധർണയും നടത്തുക. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സമരം ഉദ്ഘാടനം ചെയ്യും. കഴിഞ്ഞ കുറേ വർഷങ്ങളായി തയ്യൽത്തൊഴിലാളികളെ നിരന്തരം അവഗണിക്കുന്ന ഒരവസ്ഥയാണ് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും തയ്യൽത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ളത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് തന്നെയാണ് ജനുവരി 22 സംസ്ഥാന സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ ഞങ്ങൾ ഒരു ധർണ നടത്തുന്നത്. ആ ധർണയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് കുറേ കാലമായി ഈ ബോർഡിൽ വന്നിരിക്കുന്ന അപാകതകളും നടത്തിപ്പിൽ വന്നിരിക്കുന്ന ബുദ്ധിമുട്ടുകളും ഒക്കെയാണ്. തൊഴിലാളികളാണ് ഇതെല്ലാം അനുഭവിക്കുന്നത്. ഇപ്പം തന്നെ വളരെ വർഷങ്ങൾ സമരം ചെയ്താണ് ഈ ബോർഡ് തയ്യൽത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് രൂപീകരിച്ചത്. അതൊക്കെ ഞങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതാണ്. എന്നാൽ പോലും ആ ബോർഡിൻ്റെ പ്രവർത്തനം കാര്യക്ഷമമാക്കാൻ അവർക്ക് കഴിയുന്നില്ല. ബോർഡിൽ കാലാകാലങ്ങളിൽ ആൾക്കാർ വരികയും പോവുകയും ചെയ്യുകയല്ലാതെ ഈ ബോർഡിൽ കടന്നുകൂടുന്ന ആൾക്കാർ തൊഴിലാളികളെപ്പറ്റി പഠിക്കുകയോ ആ തൊഴിൽ വിഭാഗങ്ങൾക്ക് എന്ത് ചെയ്യണം എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കുകയോ നിർദ്ദേശങ്ങൾ വെക്കുകയോ ചെയ്യാറില്ല. ഇപ്പം നമ്മൾ നേടിയെടുത്ത കുറേ ആവശ്യങ്ങളുണ്ട്. അതിൽ തന്നെ പെൻഷൻ എന്ന് പറയുന്നത് ഇപ്പം കുടിശ്ശികയാണ്. പെൻഷൻ കുടിശ്ശിക മാത്രമല്ല, ഈ ഓഫീസിൻ്റെ പ്രവർത്തനത്തിൽ വന്ന വീഴ്ച കൊണ്ട് പ്രളയകാലത്തും അതുപോലെ തന്നെ കോവിഡ് കാലത്തും ഓഫീസിൽ നിരന്തരം തൊഴിലാളികൾ പണമടക്കും, അവരുടെ കോൺട്രിബ്യൂഷൻ അടക്കും. ആ അടക്കുന്ന തുക അക്കൗണ്ടിൽ വരാറില്ല.